കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിന് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ്. ഈ മാസം 12-ന് കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണം എന്നാണ് നിർദ്ദേശം. വിനീത വി.ജി. ഇപ്പോൾ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, നേരത്തെയും ഇത്തരത്തിൽ നോട്ടീസ് നൽകിയിരുന്നതാണ് ഇ.ഡി. ഹാജരാകാൻ കഴിയില്ല എന്ന് അന്നും മുൻ ധനമന്ത്രി അറിയിച്ചിരുന്നതാണ്. ഇപ്പോഴാണ് ആകട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ തിരക്ക് കൂടിയുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ വിനീത? തീർച്ചയായും മുന്നേ സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രചരണങ്ങൾ, അതിന്റെ തിരക്കുകളൊക്കെ തന്നെ അദ്ദേഹത്തിനുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു നോട്ടീസ് കൂടി നൽകിയിരിക്കുന്നത്. ഈ മാസം 12-ന് കൊച്ചിയിലെ ഇ.ഡി. ഓഫീസിൽ ചോദ്യം ചെയ്യലിനായി ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇത് 6ാം തവണയാണ് ഈ കിഫ്ബി മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് ടി.എം. തോമസ് ഐസക്കിന് ഇ.ഡി. നോട്ടീസ് നൽകുന്നത്. ഇതിന് മുൻപ് 5 തവണ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും അന്ന് ഈ കോടതിയുടെ ഉത്തരവ് പ്രകാരം അതിന് നിയമവിരുദ്ധമാണെന്നൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ ചോദ്യം ചെയ്യലിനോ അല്ലെങ്കിൽ ഇ.ഡിയുമായുള്ള മൊഴി രേഖപ്പെടുത്താനോ ഒന്നും തോമസ് ഐസക് പോയിട്ടുണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ ആ സമൻസ് ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കിഫ്ബിയിലെ ചില ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. അവരിൽ നിന്ന് വിശദാംശങ്ങൾ തേടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ടി.എം. തോമസ് ഐസക്കിന് വീണ്ടും ഇ.ഡി. നോട്ടീസ് നൽകിയിരിക്കുന്നത്. 12-ന് കൊച്ചിയിലെ ഇ.ഡി. ഓഫീസിൽ രാവിലെ 11 മണിക്ക് മുൻപായി ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. ഉന്മേഷ്. വിനീത വി.ജി. വിവരങ്ങൾ നൽകിയത്. ഈ നോട്ടീസിന് അദ്ദേഹം എന്ത് മറുപടി നൽകുമെന്നുള്ളതാണ് അറിയേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടി നടക്കുന്ന ഘട്ടത്തിൽ.